ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറുമാണ്. നിങ്ങൾ ആ ഭാഗം അംഗീകരിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന ഭാഗം ഗവൺമെന്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല. 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സഭയാണിത്. 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഈ 15ാമത് കേരള നിയമസഭയ്ക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല. നിർഭാഗ്യവശാൽ അത്തരമൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ജനാധിപത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണപക്ഷം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നത്. സാധാരണ ചർച്ചയ്ക്കെടുക്കാതെ തള്ളുക ചെയ്യുക. പക്ഷെ വളരെ സത്യസന്ധമായി ഗവൺമെന്റ് അറിയിച്ചു ചെയറിന് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. സ്വർണ്ണക്കൊള്ളയാണ് വിഷയമെങ്കിൽ നിങ്ങൾ നോട്ടീസ് നൽകിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പല ഘട്ടത്തിലും സഭയെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്തെന്ന കാര്യം വളരെ നിർഭാഗ്യകരമാണ്. ഓർഡർ ഇവിടെ ചെയറിന് അറിയിച്ച കാര്യം പറഞ്ഞതാണ്. ടു ദ ഗവൺമെന്റ് ടു ദ ചെയർ ടു ദ ഒപ്പോസിഷൻ. ആ നിലയിൽ ഗവൺമെന്റ് ചെയറിനെ അറിയിച്ചു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. പിന്നെന്ത് ചെയ്യാൻ പറ്റൂ? ഏതായാലും ജനാധിപത്യത്തിൽ ഇങ്ങനെ സഭ റക്കസാക്കുന്ന രീതി ശരിയല്ല. ഡിസ്റപ്ഷൻ ഒരു ഓപ്ഷനേ അല്ല. ഡിബേറ്റും ഡിസ്കഷനുമാണ് ഹെൽത്തി ഡെമോക്രസിക്ക് ഏറ്റവും നല്ലത്. ഞാൻ ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുന്നു. ഡിസ്റപ്ഷൻ അല്ല ജനാധിപത്യത്തിന്റെ ഭൂഷണം. പകരം ഡിബേറ്റും ഡിസ്കഷനുമാണ്. ഡിബേറ്റും ഡിസ്കഷനും ഏറ്റവും കൂടുതൽ നടന്ന സഭയാണ് 15ാമത് കേരള നിയമസഭ. വളരെ പ്രൗഡുണ്ട് ചെയറിന്. വളരെ പ്രൗഡോടെ പറയാൻ സാധിക്കും. ഇത്രയധികം അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്തപ്പം അതിന് ചെയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പൊളിറ്റിക്കൽ കരിയറിൽ തന്നെ ഒരു അഭിമാനമായി കാണുന്ന ഒരു ചെയറാണ് ഞാൻ. യെസ്.